ഇത് കൂടി പോകണം. ഞാൻ ആസൻ റെഡി ആയിട്ട് നല്ല കണ്ട കുട്ടികളുണ്ട്. ട്യൂബെല്ലാം എടുത്ത് ഇറങ്ങുന്നുണ്ട്. ഇതാണ് പോയ വലട്ടിന് നോക്കാം എന്താക്കും. പോകാനാവും നോക്കാം. ഇത് കൂടി പോണം. കാണുമ്പോൾ ഇതെല്ലാം വൃത്തി ഉണ്ടാവും. ഞാൻ ആസൻ റെഡി ആയിട്ട് പോയി. മാഷാ അല്ലാ അങ്ങനെ പോകുന്നുണ്ട്. നോക്കാം എന്താവുമെന്ന്. ഇന്നലെ വൈകുന്നേരം ഇട്ട വല എന്തെങ്കിലും കറിക്കുള്ള മീൻ കിട്ടും. അതെല്ലാം കാണുന്ന വല കേട്ടോ. അപ്പോൾ മൂപ്പരെ വല കിട്ടി, വല റെഡിയാക്കി എല്ലാം സെറ്റാക്കിയിട്ട് ഇന്നലെ ഇട്ട് വെച്ചതാ. അപ്പോൾ കുറച്ച് നേരം ഒരു 1/2 മണിക്കൂർ അതിൽ നമുക്കറിയാം എത്ര മീനുണ്ടെന്ന്. എന്തെങ്കിലും മീനുണ്ടോ കേട്ടോ. അവിടെ എത്തി ആസാൻ. അവിടെ നിന്ന് ഇങ്ങനെ ഇതെല്ലാം വല. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് മുകളിലോട്ട് പോകണം കേട്ടോ. മുകളിലോട്ട് ഇങ്ങനെ പോയി ഇത് കൂടെ പോയി നേരെ വന്ന് ഇത് കൂടെ ഇറങ്ങണം. മീനുണ്ടളിയാ? മീനുണ്ട്. നമ്മൾ അസർപ്പൊക്കെ വല എടുത്തുകൊണ്ട് മീനുണ്ട് കാണുന്നു. 2-3 മീൻ അതിൽ പെടുക്കുന്ന കണ്ട് അല്ലേ? മീനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ കാണാം. കറിക്കുള്ള മീൻ എന്തെങ്കിലും കിട്ടും അല്ലേ? നല്ല കരിമീൻ കിട്ടി. കരിമീനല്ലേ? ഇട്ടപാട് കിട്ടി നല്ല കരിമീന്. അപ്പോൾ എല്ലാവരും വെയിറ്റിങ്ങാ. അല്ല എവിടെയെങ്കിലും ഉണ്ടോ അതിന് വെള്ളത്തേക്ക് അങ്ങനെ ഇറങ്ങൂല. കുട്ടികൾ അതിനെ മാത്രമേ പുറത്ത് വരും. അത് തന്നെ. ഇപ്പോൾ എവിടെയെങ്കിലും വിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിൽ അവിടെ ഇവിടെ എല്ലാം ഇറങ്ങും. ഇതെടുത്ത് ഇവിടെ എത്തി. വല എടുത്തിട്ട് നമുക്ക് നോക്കാം എത്ര മീനുണ്ടെന്ന്. ഒരു മീനുണ്ട്. അയവ അവിടെ ഒന്നും കൂടി ഉണ്ട്. അവിടെ എപ്പോഴും ഉണ്ടാവില്ല മീൻ ആ സ്ഥലത്ത്. നല്ല സ്പോട്ട്. മാഷാ അല്ലാ അങ്ങനെ അത്യാവശ്യം മീനുണ്ട് കേട്ടോ. അവിടെ എന്തോ ഉണ്ടളിയാ, മുള്ള എന്തോ ഉണ്ട്. ഭയങ്കര എടുങ്ങാറ. മുള്ളിൻ്റെ കളിയാ. അങ്ങനെ കണ്ട കുട്ടിയോള് നല്ല കണ്ട കുട്ടികളുണ്ട്. നണ്ടുണ്ട്. അത്യാവശ്യം കറിക്കുള്ള മീൻ കിട്ടിയ കേട്ടോ. ഗണ്ട വല പോയി. അതെ മീൻ കിട്ടീന കേട്ടോ. അപ്പോൾ ചാക്കിലോട്ട് ഇടാൻ പോവുക. നണ്ടുണ്ട്, പിന്നെ കുറച്ച് ഗണ്ട മീൻ, അങ്ങനത്തെ മീൻ കിട്ടി. അത്യാവശ്യം ഒരു 2-3 കിലോ ഉണ്ട്. അത്യാവശ്യം കറിക്കുള്ള മീൻ കിട്ടി. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത്ര 8-10 മീനുകളുണ്ട്. ഒരു 10 മീനുകളുണ്ട്. 3 അല്ല 5 മീനുണ്ടാവും.